എല്ലാവർക്കും അറിയാം, ഞാൻ മൂന്നാർ ടൂറൊക്കെ പോയി വന്ന് നല്ല എനർജറ്റിക് ആയിട്ട് ഇവിടെ മൺഡേ ഇന്ന് രാവിലെ ക്ലിനിക്കിലിരിക്കുക. മൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായി. വേറൊരു കാര്യമാണ്, ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ചായ കുടിക്കാൻ ഇറങ്ങി. പിന്നെ ഫുള്ള് മയം നനഞ്ഞാണല്ലോ എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ ഒന്ന് ഡ്രസ്സ് മാറ്റിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സ് മാറ്റാനായിട്ട് അവിടെ തൊട്ടടുത്തൊരു സഫീർ ഹോട്ടൽ കണ്ടു കേട്ടോ. അവിടുത്തെ ആള് ഒരു മാഹിൻ ഒക്കെയാണ്. അപ്പം ഞാൻ അവിടെ ഡ്രസ്സ് മാറാൻ, അവിടെ ചായ ആ സമയത്ത് ഉണ്ടായില്ല. അപ്പം ഞങ്ങൾക്ക് ചായ ആയിരുന്നു വേണ്ടത്. അവർ നല്ല രീതിയിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തു. മുകളിൽ വളരെ പ്രൈവസി ആയിട്ട് തന്നെ ആരും കസ്റ്റമേഴ്സ് അപ്പം മുകളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയി ഡ്രസ്സ് മാറ്റിക്കൊള്ളാനൊക്കെ പറഞ്ഞു. വാഷ്റൂമിൽ കയറി ഡ്രസ്സൊക്കെ മാറി ഞാൻ വരാൻ നേരത്ത് എൻ്റെ ഹാൻഡ് ബാഗ്, ഞാൻ അതിലാണ് എൻ്റെ എല്ലാം കീപ്പ് ചെയ്ത്. ഈവൻ എൻ്റെ പേഴ്സ് ഉണ്ട്, എൻ്റെ മൈക്ക് ഉണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്, വിലപിടിപ്പുള്ള കുറേ സാധനങ്ങളുണ്ട്, ATM കാർഡുണ്ട്, പിന്നെ അതേപോലെ തന്നെ ആധാർ കാർഡുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് ആകെ ഇതിൽ കയറിയതാണ് ഓർമ്മ. അപ്പോൾ അവിടെ ചായ കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ ഇതെല്ലാം മാറ്റിയിട്ട് തിരിച്ച് തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു ചായ ഷോപ്പുണ്ട്, അവിടെയും കയറി. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ ബാഗ് കാണാനില്ല, ഹാൻഡ് ബാഗ്. ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പം എനിക്ക് ആകെ ആ ഒരു ഭാഗ്യത്തിന് ആ ഹോട്ടലിൻ്റെ പേര് ഓർത്ത് വെച്ചു, സഫീർ ഇങ്ങനെ എന്തോ ഒരു ഓർമ്മ. അങ്ങനെ ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ അവിടെയൊക്കെ തപ്പിട്ട് പറഞ്ഞു ഇല്ല, ഇവിടെ എങ്ങും അങ്ങനെ ഒരു ബാഗ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒന്ന് തൊട്ടപ്പുറത്തെ ടീ ഷോപ്പിൽ ഒന്ന് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ വളരെ ജെന്യുവിനായിട്ട് തന്നെ എന്താ പറയുക, ഇത്ര മനുഷ്യന്മാർ, നല്ല നല്ല മനുഷ്യന്മാരുള്ളത് കൊണ്ടാണ് ലോകം തന്നെ നിലനിൽക്കുന്നത്. നോക്കി അവർ പാക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ബാഗ്, ചെറിയൊരു ഹാൻഡ് ബാഗാണ്, പക്ഷെ അവർ 2-3 ഇതിലൊക്കെ ആക്കിയിട്ട് പാക്ക് ചെയ്തു കേട്ടോ. എന്തായാലും മാഹിനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണ് കേട്ടോ ഈ ലോകം തന്നെ നിലനിർത്തുന്നത്. അപ്പോൾ ആരാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇദ്ദേഹത്തിനോട് സംസാരിച്ചുള്ള അവിടെ തന്നെ നമ്മൾ ഫുഡും കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഡ്രസ് ചേഞ്ച് ചെയ്തു ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം തന്നെ അപ്പുറത്തെ ഷോപ്പിൽ പോയി വന്ന് ഒക്കെ ഇതാ എൻ്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. ഞാൻ ഇതിലാണ് ഓപ്പൺ ചെയ്യുന്നത്. എൻ്റെ എല്ലാം ഉണ്ട്. ഇതാ മൈക്ക് ഉണ്ട്, സോറി ഇതാണ് എൻ്റെ മൈക്ക്, നിങ്ങൾക്കറിയാം. പിന്നെ അതുപോലെ ഹെഡ്ഫോൺ, ഏറ്റവും അത് ഐഫോണിൻ്റെ ചാർജർ, പിന്നെ ഒരു സ്പ്രേ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ട് കേട്ടോ, ഒന്നും കളഞ്ഞിട്ടില്ല. എൻ്റെ പേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. എന്താണോ ഉണ്ട്, ഇതാ എൻ്റെ പേഴ്സ്, ATM കാർഡ് എല്ലാം ഇതിൻ്റെ അകത്ത് സുരക്ഷിതമാണ്. പേഴ്സിൻ്റെ അകത്ത് പൈസ ഉണ്ടായിരുന്നു, കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പൈസ എല്ലാം എന്താ സുരക്ഷിതമായിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. ഇത്രയും പൈസ ഞാൻ കരുതിയിരുന്നു, പൈസ എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ ലക്ഷദ്വീപുകാരിയാണ്. അവിടെയൊക്കെയാണ്, ഇവിടെയൊക്കെ ഇല്ലാന്നല്ല, ഉണ്ട്, എന്നാലും അവിടെയൊക്കെയാണ് ഇത്രയും ആൾക്കാരെ നല്ല രീതിയിൽ. അവിടെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇന്ന് KSRTC അല്ല ഒരു ബസ്സിൽ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു വിടുക ചെയ്തത്. എന്നിട്ട് അപ്പം അദ്ദേഹം വിളിച്ചു, ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ നമ്പറും ബസ് നമ്പറും ബസ്സിൻ്റെ പേരും ഒക്കെ ഒരു സ്വന്തം സഹോദരനെ പോലെ എനിക്ക് അപ്പം അയച്ചു തന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കറിയാം മേക്കപ്പിൻ്റെ ഞാനിന്ന് ലിപ്സ്റ്റിക്ക് പോലും ഇല്ലാണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. മേക്കപ്പ് ഒന്നും ഇന്നിടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നും എനിക്ക് മിസ്സായിട്ടില്ല. ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ. ഇനി ആരെങ്കിലും മൂന്നാർ പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോടെ പൂപ്പാറ വഴി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സഫീർ ഹോട്ടലിൽ കയറണം. അവിടെ നല്ല നല്ല ഫുഡ് ഉണ്ട്. ഞങ്ങൾക്ക് ചായ ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ അപ്പം ഫുഡ് കഴിച്ചിട്ട് വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ളൊരു വിശപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് കഴിക്കാണ്ട് പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ആരെങ്കിലും ആ വഴി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൂപ്പാറ കയറണം. മാഹിൻ ചേട്ടൻ, മാഹിനിക്കാനെ നിങ്ങൾ കാണണം. അപ്പോൾ ഇത്രയും മനുഷ്യത്വമുള്ള ആൾക്കാർ ദുനിയാവിലുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം മാഹിൻക. ഒരുപാട് 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 നന്ദി. അല്ലാഹു തആല നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഒരുപാട് ഒരുപാട് അതുപോലെ സ്ഥാപനത്തിനും നമ്മുടെ ഹോട്ടലിനും നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ.